2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിൽ ധാരണയായി. IPL-ലെ പ്രകടനം മാത്രമല്ല, വിദേശ പിച്ചുകളിലെ സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും ടീം സെലക്ഷൻ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. മെയ് 1-നാണ് 2020 ലോകകപ്പിനുള്ള ടീമുകളുടെ ലിസ്റ്റ് കൊടുക്കാനുള്ള അന്തിമ തീയതി. അതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദില്ലിയിൽ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ സംബന്ധിച്ച് ഒരു നിർണായക യോഗം ചേരുന്നത്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ, BCCI മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ, ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. രാഹുൽ ദ്രാവിഡ് ഓൺലൈനായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് പുറത്തു വരുന്ന വിവരം. ആദ്യ ദിവസം അഗാർക്കറും രോഹിത് ശർമ്മയും മാത്രമാണ് ഈ യോഗത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ടീമിൽ ഏറെക്കുറെ ടീമിൻ്റെ കാര്യത്തിൽ ധാരണയായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. ആകെ ചില സ്പോട്ടുകളിൽ മാത്രമാണ് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ ഋഷഭ് പന്ത് ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഒപ്പം തന്നെ രണ്ടാം വിക്കറ്റ് കീപ്പർ ആര് എന്ന കാര്യത്തിലായിരുന്നു സംശയം. സഞ്ജു സാംസൺ, KL രാഹുൽ തുടങ്ങിയവർ തമ്മിലാണ് മത്സരം. ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയതായിട്ടാണ് വിവരം. അതായത് IPL-ലെ പ്രകടനം മാത്രമല്ല, ഈ വിദേശ പിച്ചുകളിൽ കളിച്ച പരിചയം അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസ് കൂടി നോക്കിയായിരിക്കണം ടീം സെലക്ഷൻ എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പിച്ചുകളിൽ എളുപ്പത്തിൽ റണ്ണടിക്കാം. പക്ഷേ വിദേശ പിച്ചുകളിൽ ഈ മത്സരം നടക്കുന്നത് 2020 ലോകകപ്പ് നടക്കുന്നത് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസുമായാണ്. സ്ലോവർ ട്രാക്സ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് മാത്രമായിരിക്കണം ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലും ഒരു നിർണായക തീരുമാനം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ലിസ്റ്റ് ഇപ്പോൾ BCCIക്ക് അയച്ചിരിക്കുകയാണ്. BCCI സെക്രട്ടറി ജയ്ഷാ ഇപ്പോൾ ഗുജറാത്തിലേക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. ആ തിരക്ക് കഴിഞ്ഞ് അദ്ദേഹം ഉടൻ തന്നെ വൈകാതെ ദില്ലിയിൽ തിരിച്ചെത്തുമെന്നും മെയ് 1-ന് ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2007 പ്രഥമ ലോകകപ്പിന് ശേഷം ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടില്ല. 2020 ലോകകപ്പ് നേടിയിട്ടില്ല. ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഫൈനൽ തോറ്റതിന് പിന്നാലെ ഇന്ത്യൻ ടീം വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇത്തവണ എന്തായാലും കിരീടം നേടണമെന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ച ടീമുമായി തന്നെയായിരിക്കും ഇത്തവണ ലോകകപ്പിന് പോവുക. രണ്ടാം കിരീടം നേടാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രോഹിത് ശർമ്മയും സംഘവും. അതിനുള്ള ഒരു ടീം തന്നെ നമുക്ക് ഉണ്ടാവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. ജോസ്മിൻ ജോസഫ് പറഞ്ഞു, കേരളത്തിൽ കറണ്ട് കട്ട് ഉണ്ടാകുമോ? കറണ്ട് കട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാതിരിക്കാനാണ് KCB ശ്രമിക്കുന്നത്, നമുക്കറിയാം. എന്നാൽ വല്ലാത്ത ഊർജ്ജക്ഷാമം കേരളത്തിൽ ഉണ്ട്. മുഴുവൻ സമയവും ഇപ്പോൾ പകലും രാത്രിയും ഭേദമില്ലാതെ നമ്മൾ AC തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ AC പ്രവർത്തിപ്പിക്കുമ്പോൾ വൈദ്യുതി ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പരമാവധി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. അതേസമയം ഈ ചൂടുകാലത്ത് ഫാൻ ഓഫ് ചെയ്യണം, AC ഓഫ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് മര്യാദയല്ല എന്നും എനിക്കറിയാം.